ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ ഇറങ്ങി 17ാം നാളിലേക്ക് കടക്കുകയാണ്. 3ാം വാരത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സിനിമ എല്ലാ കാര്യം കൊണ്ടും മലയാളികൾക്ക് അഭിമാനമായി മാറുന്നു. അതിഗംഭീരമായ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് സിനിമ കുതിച്ചു പായുമ്പോൾ ഒരു കാര്യത്തിൽ സിനിമ ആദ്യ ദിനം മുതൽ ഒരേ അഭിപ്രായത്തിൽ നിൽക്കുന്നു. അതെ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ, എല്ലാ സ്ഥലങ്ങളിലുമുള്ള അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ അത് ഒരേ ഒരു കാര്യം മാറ്റമില്ലാതെ തുടരുന്നു. എല്ലാവർക്കും ഈ സിനിമ കാണുമ്പോൾ മികച്ച ഒരു ഇന്ത്യൻ സിനിമ കണ്ടു, മലയാള സിനിമ കണ്ടു എന്നുള്ളതല്ല, ഹെവി വയലൻസ് ഉള്ള സിനിമ കണ്ടു. ഇന്ന് ബെഞ്ച് മാർക്കായിരിക്കുന്നു ഇന്ത്യൻ സിനിമയിൽ എന്ന് തന്നെ പറയാം. ആ ഒരു സിനിമയുടെ കൊടൂരത തന്നെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് ഹിന്ദിയിൽ സിനിമ കാണാനിരുന്നവരിൽ പലരും ബോധം കെട്ട് വീഴുന്ന ഒരു കാര്യം, ലോലഹൃദയർ സിനിമ കാണരുത് എന്നുള്ള വാണിംഗ് ഇന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർ ഫെയിൻറ്റഡ് ആയിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അത്ര കൊടൂരമായിട്ടുള്ള സിനിമ തന്നെയാണ്. ഇന്നും സിനിമയ്ക്ക് മികച്ച കളക്ഷനായിട്ട് തന്നെയാണ് കുതിക്കുന്നത്. സിനിമ 100 കോടിയിലേക്ക് ടച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളും, എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള കളക്ഷനുണ്ട്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. ഒപ്പം നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 50 കടന്ന് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും എന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും മാർക്കോ ഒരുപിടി റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ടും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടും മുന്നോട്ട് കുതിക്കുകയാണ്. മലയാളിയുടെ ഏറ്റവും അഭിമാനമായ ഒരു സിനിമ എന്ന് തന്നെ പറയാം. കൊടൂര വയലൻസ് വന്ന ഈ ഒരു സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് നല്ല ഇടിവ് തന്നെയായിരുന്നു. പക്ഷേ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ മികച്ച കളക്ഷനുമാണ് എന്ന് തന്നെ പറയാം. സാധാരണ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇടിവ് തന്നെയാണ് കാണുന്നത്. ഇന്ന് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് 51 ലക്ഷം രൂപ മാത്രം. അതായത് സിനിമ 70 ലക്ഷം രൂപയോളം മാത്രമാണ് ഇന്നത്തെയും കേരള കളക്ഷൻ. പക്ഷേ നമുക്ക് തെലുങ്ക്, തമിഴിലേക്ക് ചെല്ലുമ്പോൾ ഇന്നത്തെ കാണുന്ന കളക്ഷനുകൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ നിന്ന് സിനിമ ഏകദേശം 70 ലക്ഷം രൂപയ്ക്ക് അടുത്തും, ഹിന്ദിയിൽ നിന്ന് 1,20,00,000 രൂപയ്ക്ക് മുകളിലുമായിരിക്കും കളക്ഷൻ എന്നുള്ളതാണ്. ഈവനിങ് ഷോസ് എല്ലാം തന്നെ നമ്മളെ ആ രീതിയിൽ തന്നെയാണ് കാണിച്ചു തന്നതും. അതായത് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ് പോകുന്ന ടിക്കറ്റുകളുടെ എണ്ണം റെക്കോർഡ് തന്നെയാണ്. അതായത് 4,500, 4,800 മുകളിലായിരുന്നു വൈകുന്നേരങ്ങളിൽ സ്ഥിരമായിട്ട് ഓരോ മണിക്കൂറിലും വിറ്റുപോയത് എന്ന് പറയാം. അതായത് ആ ഒരു കാര്യത്തിൽ ബാഹുബലിയുടെ തൊട്ട് താഴെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമയ്ക്ക് പോകാൻ കഴിയുന്നു എന്നുള്ള കാര്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനോടകം തന്നെ ബുക്ക് മൈ ഷോയിൽ റെക്കോർഡാണ് സിനിമ തീർത്തിരിക്കുന്നത്. 15 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോകുന്ന സിനിമകളിൽ 7ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനിയും തകർക്കാനുള്ള ഏറ്റവും വലിയ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ 4,32,000 ടിക്കറ്റാണ് എന്നുള്ളതാണ്. അത് എത്രയും പെട്ടെന്ന് സിനിമ കടക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ ഇന്ന് 20 കോടിയിലേക്ക് ടച്ച് ചെയ്യാനുള്ള പരിപാടികളാണ് സിനിമ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ 14.5 കോടിയായിരുന്നു സിനിമയുടെ മൊത്തമായിട്ടുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ വന്നിരുന്നത്. ഇപ്പോൾ തന്നെ സിനിമ ഏറെക്കുറെ 20 കോടിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. നാളെ നമുക്ക് അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഒരുപക്ഷെ 20 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. ഹിന്ദിയിൽ നിന്ന് സിനിമ 7 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു. അങ്ങനെ തെലുങ്കിലും 4 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹിന്ദിയിൽ നിന്നും 3000-ന് മുകളിലുള്ള ഷോകളാണ് സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അതൊരു റെക്കോർഡ് തന്നെയാണ്. മൊത്തം ഇന്ത്യക്കകത്ത് സിനിമ 4,500-ന് മുകളിലുള്ള ഷോകൾ നടത്തുന്നു. ഇന്നും ഏറ്റവും കൂടുതൽ ഷോകൾ കളിക്കുന്ന ഇന്ത്യൻ സിനിമയിൽ ഈ ഒരു സിനിമ തന്നെയാണ് ആദ്യ പൊസിഷനിൽ നിൽക്കുന്നത്. ഇന്ത്യ ടോട്ടൽ കളക്ഷൻ സിനിമ 60 കോടിയിലേക്ക് എത്തുകയാണ്. സിനിമ 100 കോടി ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ടുള്ള ആ ഒരു കളക്ഷൻ കഴിഞ്ഞ ദിവസം 50 കോടിയും കടന്ന് 55 കോടിയും കടന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ 60ലേക്ക് സിനിമ എത്തിക്കൊണ്ടിരിക്കുന്നു. ഞായറാഴ്ചത്തെ കളക്ഷനോടുകൂടി സിനിമ 60 കോടിയിലേക്ക് ടച്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അനലിസ്റ്റുകളുടെ വെളിപ്പെടുത്തൽ. എന്തായാലും അതിഗംഭീരന്മാരായ ട്രാക്കേഴ്സ് പോലും ഇന്ന് സിനിമയ്ക്ക് അതുവരെയുള്ള 16 ദിവസത്തെ കളക്ഷനായി പറയുന്നത് 86-87 കോടി എന്നുള്ളതാണ്. അതായത് സിനിമ 90 കോടിയിലേക്ക് ടച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഞായറാഴ്ചയോടെ സിനിമ ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ പറയും 90 കോടിയിലേക്ക് എത്തിയ കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം അടുത്ത ആഴ്ചയോടുകൂടി സിനിമ 100 കോടിയിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യവും. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളും അതേപോലെ സ്ഥിരീകരിക്കാനുള്ള കുറച്ച് അപ്ഡേറ്റുകളുണ്ട്. അതിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസ് അത് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള അതുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തു തരണം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. ഗ്രേറ്റ് മീഡിയാസ്.